ജീവിതത്തിൽ സദക്കകളെ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ നമുക്ക് നേരാക്കിയെടുക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, എത്ര കഷ്ടപ്പെട്ട് അത്ര അധ്വാനിച്ചും ബുദ്ധിമുട്ടിയിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നില്ല. കടങ്ങളിൽ നിന്നൊരു മോചനം, ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം, അതിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് സ്വതക്ക. അതുകൊണ്ട് എന്തറിയും, സദക്ക കൊടുക്കുന്ന ആൾക്കാർ ഏതായാലും പണം നമ്മളിൽ നിന്ന് എടുത്ത് നമ്മൾ ഒഴിവാക്കല്ലേ. അപ്പോൾ സ്വാഭാവികമായും അതല്പ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ അത് സ്വാധീനിക്കുമെങ്കിൽ അത് പ്രധാനം തന്നെയാണ്. കാരണം പണമാണല്ല, പണം വേണം. വലാ തുഅ്തു സുഫഹാ അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, അത് നിങ്ങൾ ഇവരില്ലാത്ത ആൾക്കാരത്ത് കൊടുത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപൂർവമാണ് നിങ്ങൾ അത് ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ അത് സമ്പത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സദക്കകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നെന്താ അറിയോ, നമ്മുടെ സമ്പത്തിനൊരു നിശ്ചിത വിഹിതം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കയ്യിലുള്ളതിന് എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹിൻ്റെ ഒരു ബർക്കത്ത്, ഒരു കുരുത്തം. സാധാരണ പറയാനുള്ളതുപോലെ 3 ലക്ഷം കയ്യിലുണ്ടായാൽ കിട്ടാത്ത ഗുണം 300 രൂപ കയ്യിലുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞല്ലോ, ആ ഗുണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ സ്വൻആനി അദ്ദേഹത്തിൻ്റെ സുബുലുസ്സലാമിൽ ഹദീസിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്, ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമായി കൊണ്ട്. കാരണം അള്ളാഹ് റസൂൽ പറഞ്ഞു, മാ നഖസത്ത് സ്വദഖത്തും ബിമാലി, സദക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്താൽ അവൻ്റെ പ്രതാപം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തുമെന്നാണ്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പം ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവൻ്റെ പണത്തിന് ബർക്കത്തില്ല എന്നാണ്. കോടികൾ കയ്യിൽ വരുന്നു, പക്ഷെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവൻ്റെ സമ്പത്തിൻ്റെ ആസ്തിക്കനുസരിച്ച് കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. നമ്മളിത്തൊരു 10 ലക്ഷം ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു, ഒരു 12 ലക്ഷത്തിൻ്റെ അസുഖം തന്നാൽ കഴിഞ്ഞില്ലേ, 2 ലക്ഷം പിന്നെ കടല്ലേ സുഹൃത്തുക്കളെ. സദക്ക കൊടുക്കണമെന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പോൾ അവൻ്റെ ഉള്ള പൈസ ഉണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. അപ്പോൾ യുജ്ബറു നഖ്സു സൂറ ബിൽ ബറക അൽ ഖഫിയ്യ, ഈ ബർക്കത്ത് കൊണ്ട് എന്തെന്ന് വെച്ചാൽ അവൻ്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇത് ഇരട്ടിപ്പിച്ച് കൊടുക്കുക. അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യാം, ഇരട്ടിപ്പിച്ച് കൊടുക്കുക. അന്നഹു യഹ്സുലു ബിസ്സബാബിൽ ഹാസിൽ അനി സ്വതക്ക ജുബ്റാനു നഖ്സിൻ അൻ, അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അതിലേറെ പ്രധാനം എന്താ അറിയോ, ഒരാൾ എന്തെങ്കിലും ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിൻ്റെ മൂല്യം കണക്കാക്കി അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും. അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്ത് ചെയ്യും, അള്ളാഹു കൊടുക്കും. അത് ഖുർആൻ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും, പകരം തരുമെന്ന് സൂറത്തു സബയിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ സ്വതക്ക ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ സമ്പത്ത് നശിക്കുന്നതാണ്. അതും ഒരു പക്ഷേ വലിയൊരു സത്യമായിരിക്കും. ഈ സമ്പത്ത് എന്ത് ചെയ്യുക, നമ്മുടെ പണം നശിച്ചു പോവുക, ഒരു ഉപകാരമില്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തി പല വഴിക്കും ഉപകാരമില്ലാതെ നമ്മുടെ പണം ഇങ്ങനെ പോവുക. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ വന്ന് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ 2 മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. യൻസിലാനി ഫയഖൂൽ, മലക്കെന്താ പറയുക, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, ഇന്നത്തെ ദിവസം ആരെങ്കിലും വല്ലതും കൊടുക്കുകയാണെങ്കിൽ പടച്ചോനെ ആ കൊടുത്തത് അവൻ തന്നെ തിരിച്ചു കൊടുക്കണം. പിന്നെന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, ഉണ്ടായിട്ട് കൊടുക്കാൻ നല്ല അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും കൊടുക്കാതെ പിശുക്കുന്ന ആൾക്കാരില്ലേ, ഓനെ നീ നശിപ്പിക്കണേന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ സമ്പത്ത് നശിച്ചു പോകും. അപ്പോൾ സത്യത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൃത്യതയോടുകൂടെ നമ്മൾ സദക്ക കൊടുക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോകാമെന്നാണ് സുഹൃത്തുക്കൾ.
അപ്പോൾ നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിന് ദിവസ വരുമാനത്തിന് കൊടുത്താൽ അത് തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് ഒരു ബർക്കത്ത് കിട്ടി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഒന്ന്, നമ്മളൊരു സ്ഥിര വിഹിതം കൊടുക്കണം. അപ്പം നമ്മുടെ സ്വതക്ക എന്താ പറയുക, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്കൊരു ദിവസം 1000 ഉറുപ്പ്യ കിട്ടിയാൽ അതിനൊരു 50 ഉറുപ്പ്യ ഞാൻ നീക്കി വെക്കും. ആ 50 ആദ്യം നീക്കി വെച്ചിട്ടേ ബാക്കി 950 നമ്മൾ ഉപയോഗിക്കുള്ളൂ. വൈകുന്നേരം കട കൂട്ടി പോകുമ്പോൾ എന്താ അറിയോ, നമ്മളെ ലാഭം നമ്മൾ എടുക്കണില്ലെങ്കിലും ഒരു വിഹിതം നമ്മൾ അവിടെ നിക്ഷേപിക്കും. മാസം ശമ്പളം വരുമ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് എന്തായിരിക്കും എന്നറിയാം, നിങ്ങൾ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന സദക്കയുടെ വിഹിതമാണ് ആദ്യത്തെ പേയ്മെൻറ്റ്. എന്നാൽ ബാക്കിയുള്ള പേയ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബർക്കത്തോടു കൂടെ ചെയ്യാൻ, ഒരു കുരുത്തത്തോടു കൂടെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും സാധിക്കും. രണ്ടാമത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത്, നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ പാവപ്പെട്ട ആളുകൾ, നമ്മുടെ അയൽവക്കക്കാരെന്ത് ചെയ്യുന്നുണ്ട്, അവന് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, കുടുങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഓർക്ക് നമ്മൾ കൊടുക്കണം. മൂന്നാമത്തെ എന്താ അറിയും, ഒരാളെ ചോദിച്ച് വരിക, നമ്മളെ പറ്റിക്കാൻ വരികയാണ്, എന്ത് പറഞ്ഞാലും അത് കൊടുക്കേണ്ടത് എത്രയും നമ്മൾ കണക്കൂട്ടും. പക്ഷേ അയാളെ സംതൃപ്തിയോടുകൂടെ ചോദിച്ചു വന്നതിലെ നീരസം അല്പം പോലും പ്രകടിപ്പിക്കാതെ അമ്മസ ഫലാത്തൻകാർ ചോദിച്ചു വരുന്നൊരു അവകാശമുണ്ട്, അതോന് കൊടുക്കണം. നാലാമത്തെ നമ്മുടെ കുടുംബങ്ങളാണ്. ഏതൊരു കുടുംബത്തിലും സാമ്പത്തിക ശേഷിയുള്ളവരൊരു പ്രതീക്ഷ ആ കുടുംബക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ തരാം, നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും പെട്ട മാസത്തിൽ എന്തെങ്കിലും കിട്ടാത്ത, അപ്പോൾ നമ്മൾ 500 രൂപ വരെയൊക്കെ മാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കണ സഹായിക്കണം. ആ 500 രൂപക്ക് അവർ വരുന്നത് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു പെൻഷൻ പോലെ കിട്ടുന്നതാണ് 500 രൂപ. സക്കാത്തുന്നോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അത് എത്ര പ്രതീക്ഷയോടെയാണ് ആൾക്കാർ വാങ്ങുന്നത്, എത്രയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഈ വാർദ്ധക്യ പെൻഷനും മറ്റു പെൻഷനൊക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും അത് അത്ര പ്രതീക്ഷയോടെ നമ്മുടെ കുടുംബക്കാർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ വരുമാനത്തിനൊരു വിഹിതം അത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തിൽ കുർബഹക്കഹു, കുടുംബക്കാർക്ക് ഒരു അവകാശങ്ങൾ കൊടുക്കണം എന്നാണ്.